ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ആദർശ് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോവുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, നിനക്ക് വിളമ്പി വെച്ച ഭക്ഷണം എന്ത് ചെയ്യാനെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ്, ഫ്രിഡ്ജിലെടുത്ത് വെക്കാനെന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം നീ കഴിക്കാറില്ലല്ലോ എന്ന്. ചൂടായി കഴിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം ദേവയാനിയാണെങ്കിൽ നൈനയുടെ അടുത്ത് ചോദിക്കുകയാണ് അവൻ എന്താ പറ്റിയെന്ന്. അപ്പോൾ നൈന പറയുകയാണ്, രാവിലെ തൊട്ടേ ഇങ്ങനെ തന്നെയാണ്, പേഴ്സ് കയ്യിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു ഒരുപാട് എന്നെയും വഴക്ക് പറഞ്ഞു, എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല എന്ന്. അപ്പോഴേക്കും ആദർശോടെ വരികയാണ്. വന്നിട്ട് പറയുകയാണ്, നൈനയുടെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നൈന പറയുകയാണ്, ഞാൻ കൊടുത്താലേ മോൾ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് മോളെ കഴിപ്പിച്ചിട്ട് വരാമെന്ന് പറയണേ. അതൊന്നും ആദർശിന് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ പറയുന്നതൊന്നും. പക്ഷെ കേൾക്കാൻ വേണ്ടി ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അഹങ്കാരമുള്ളവർ ഭക്ഷണം കഴിക്കേണ്ട, അഹങ്കാരം ഇല്ലാത്തവർ ഭക്ഷണം കഴിച്ചാൽ മതി. വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നെങ്കിൽ കണ്ടാൽ അറിയാമായിരുന്നല്ലോ, ഇത് അഹങ്കാരം കൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്. ഇനി നമ്മൾ അടിമപ്പണി എടുത്ത് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന്. രജയും ജാനകി അനാമികയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്തുമോളെക്കുറിച്ച്. ഇനിയിപ്പോൾ സ്വത്തിൻ്റെ ഒരവകാശി കൂടി വന്നിട്ടുണ്ടല്ലോ, ചന്തുമോളെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സ്വത്ത് ഭാഗം വെച്ച് എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കാൻ വേണ്ടി ആ കുഞ്ഞും കൂടി വന്നിരിക്കുന്നതെന്ന്. ദേഷ്യത്തിലാണ് അവർ. അതിനുശേഷം ജാനകിയുടെ അടുത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, എന്ത് കാര്യത്തിനാണ് അച്ഛൻ ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ അച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനും പറ്റത്തില്ല. ആദർശനും ജേട്ടനും ഒക്കെ ചോദിക്കാമായിരുന്നല്ലോ ഇതിനെക്കുറിച്ച്. അവരിതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നുമില്ല എന്ന് അനാമികയായിരുന്നാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, അനാഥ കുട്ടിയായിരുന്നെങ്കിൽ അതിനെ അനാഥാലയത്തിൽ കൊണ്ടുവിടേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതിനുശേഷം ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛനെ അമ്മേനെ അടുത്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന അധികാരമുള്ളത് നിനക്ക് മാത്രമാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ തന്നെ എന്താ കാര്യമെന്ന് പോയി അന്വേഷിച്ച് കണ്ടറിഞ്ഞ് വാന്ന് പറഞ്ഞ് ജാനകി ജലജയെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അവരുടെ വായിരിക്കുന്ന എന്തെങ്കിലും കേട്ടുന്നവർ എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും അവരുടെ വായിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള തുമ്പ് കിട്ടിയാലോ എന്ന്. അതിനുശേഷം അവർ പറയുന്നുണ്ടായിരുന്നു, ആദർശനാണെങ്കിൽ ചന്തുമോൾ വന്നതിന് ശേഷം എന്തോ ഒരു ടെൻഷനുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം ജലജ മനസ്സോടെ അമ്മയുടെ അടുത്ത് പോവുകയാണ്. അനാമിക ജാനകിയുടെ അടുത്ത് പറയുകയാണ്, ഇനി ആ കുട്ടി ഇവിടെയുള്ള ആരുടെയെങ്കിലും കുട്ടിയായിരിക്കുമോ എന്ന്. ജലജാണ് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്, അമ്മ ഒന്നും വിചാരിക്കരുതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, നീ ചോദിച്ചത് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ് നീ പറയാൻ പോകുന്നത്, എന്തായാലും നീ പറയുന്നത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, അച്ഛൻ ഇടയ്ക്കൊക്കെ കാശിനി രാമേശ്വരത്തേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അച്ഛൻ എന്തെങ്കിലും തെറ്റ് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജലജ പറഞ്ഞു കഴിയുന്നത് മുത്തശ്ശിയാണെങ്കിൽ ജലജയുടെ കണ്ണം നോക്കി ഒറ്റയടി കൊടുക്കുന്നുണ്ട്. ചോദിച്ചത് പോട്ടെ, ഇനി അച്ഛൻ്റെ അടുത്ത് മുമ്പിൽ പോയി നീ ഇതുപോലെയൊന്നും ചോദിക്കരുത്, എങ്കിൽ അദ്ദേഹം നിന്നെ കഴുത്തിന് പൊടിച്ച് പുറത്താക്കും എന്നിങ്ങനെ പറയുകയാണ്. ജലജ ചോദിച്ച ചോദ്യങ്ങളെല്ലാം കേട്ടോട്ട് മുത്തശ്ശൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ വന്ന് ചോദിക്കുകയാണ്, ഇവളെന്താ ചോദിച്ചാൽ 5 വയസ്സായ കുട്ടി എൻ്റേതാണോ എന്ന്. നീ പറഞ്ഞത് കുറച്ച് അല്പം കൂടിപ്പോയി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. ശേഷം ജലജയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് സോറി, ഞാൻ അറിയാതെ പറഞ്ഞ് മാപ്പൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ്, ഇവൾ പറഞ്ഞതിൽ എനിക്കൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, അതെന്തെന്ന് വെച്ചാൽ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് എനിക്ക് പറ്റിയ ആകെ തെറ്റെന്ന്. ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റ് അത് മാത്രമാണെന്ന് ഇങ്ങനെ പറയുകയാണ്. പിന്നീട് ജലജയുടെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ്, നീ ഈ കാര്യം പുറത്ത് ആരടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല, അവർ തന്നെ നിൻ്റെ കർണം അടിച്ച് പുകയ്ക്കുമെന്ന്. വീട്ടിലുള്ളവരെക്കാളും കൂടുതൽ എന്നെ പുറത്തുള്ള നാട്ടുകാർ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എൻ്റെ ജലജയുടെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിനക്കൊരു വളർത്തച്ഛനായിരുന്നില്ല, സ്വന്തം അച്ഛൻ മാത്രമായിരുന്നു, എന്നാലും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ജലജയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് മുത്തശ്ശൻ. മനസ്സിലാക്കാത്തടത്തോളം കാലം നിനക്ക് ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല, നീ ദൈവത്തെ പോലും ചോദ്യം ചെയ്യും, ദൈവത്തെ പോലും നീ സംശയിക്കുന്ന കൂട്ടത്തിലുള്ളതാണെന്ന് പറയുകയാണ്. പിന്നീട് മുത്തശ്ശി പറയുകയാണ്, ഞാനും അദ്ദേഹം കൂടി നിനക്കൊരു നല്ലൊരു കുടുംബത്തിലുള്ള പയ്യനെയാണ് കണ്ടെത്തി തന്നെ, എന്നിട്ട് നീ അവനെയും ഒഴിവാക്കി കളഞ്ഞല്ലോ, എന്നിട്ട് നിൻ്റെ മോനെയും നീ നല്ലപോലെ വളർത്തിയില്ല. എന്നിട്ട് മുത്തശ്ശനാണെങ്കിലും പറയുന്നതാണ്, ചില സമയത്ത് ഇവൾ പറയുന്ന വാക്കുകൾ വാളിനേക്കാളും മൂർച്ച ഉണ്ടായിരിക്കും ഇവിടെ വാക്കുകൾക്കെന്ന്. പറയേണ്ടതേ പറയാവൂ ആരെടുത്തായാലും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ ഒരുപാട് സോറി മാപ്പും ഒക്കെ പറയുകയാണ്. പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ദേവയാനിയാണെങ്കിൽ ചന്തുമോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ പഠിച്ചെല്ലാം കഴിഞ്ഞു വന്നു. അപ്പോൾ ദേവയാനി പറയുകയാണ്, പഠിച്ചൊക്കെ കഴിഞ്ഞു വന്നു. പോണ കാര്യമൊന്നും മുത്തശ്ശൻ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, നീയും ആദർശം കൂടി മോളെ കൊണ്ട് സ്കൂളിൽ ചേർത്തോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നയനയാണെങ്കിലും ചന്തുമോളടുത്ത് ചോദിക്കുകയാണ്, മോൾക്ക് സ്കൂളിൽ പോകണമെന്ന്. അപ്പോൾ മോൾ പറയുകയാണ്, എനിക്ക് സ്കൂളിലൊന്നും പോകണ്ടെന്ന്. ആദർശമാണെങ്കിലും ചന്തുമോളെ തുറച്ച് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോളെ അങ്കിൾക്ക് ടാറ്റ കൊടുക്കുക എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്തുമോളെ ടാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് ദേവയാനി ചോദിക്കുകയാണ്, നിനക്കെന്താ തിരിച്ചൊരു ടാറ്റ കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആദർശാണെങ്കിൽ ടാറ്റ കൊടുക്കുക ദേഷ്യത്തിൽ ഇറങ്ങി പോവാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ഇവൻ എന്താ കുഴപ്പം, ഇവൻ എന്താ പറ്റിയെന്ന് ഇങ്ങനെ നയനെ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നയനയും പറയണത് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന്. ചേട്ടാ ഇങ്ങനെയൊന്നും അല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ ആദർശിൻ്റെ പിറകെ പോവുകയാണ്. അപ്പോൾ ചന്തുമോളടുത്ത് ദേവയാനി പറയാണ്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട, നയനമ്മയെക്കാളും പാവമാണ് ആ അങ്കിളെന്ന്. കുറച്ച് കഴിഞ്ഞ് മോളെ അങ്കിൾ സ്നേഹിച്ചോളൂ എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ ആ കുട്ടി മനസ്സിൽ ഓർക്കുകയാണ്, അത് അങ്കിളല്ലല്ലോ എൻ്റെ അച്ഛനാണല്ലോ എന്ന്.
ആദർശ് നയനയും കൂടി പോകുമ്പോൾ ആദർശാണെങ്കിൽ കാറിലിരുന്ന് എന്തൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ആ സമയത്ത് കാറിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ബൈക്കുകാരൻ വന്ന് വട്ടം ചാടുകയാണ്. പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനയാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നയന ചോദിക്കുകയാണ്, ആദർശേട്ടൻ ഇപ്പോൾ ഇവിടെയൊന്നും അല്ലല്ലോ എന്ന്. ഡ്രൈവിങ്ങിലല്ലല്ലോ ശ്രദ്ധിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, പിന്നെ എവിടെ ശ്രദ്ധിക്കുന്നത്, പിന്നെ നിൻ്റെ ഒന്ന് മുഖത്താണോ എന്ന്. ഞാൻ നേരെ നോക്കി തന്നെ ഡ്രൈവ് ചെയ്തത്. വണ്ടിയാകുമ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിഡൻ്റൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ വരുമെന്ന്. ഇഷ്ടപ്പെട്ട നയനയെടുത്ത് ആദർശ് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ആദർശിന് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. നയനയുടെ ആദർശ് ഇൻഹേലർ എടുത്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ഇൻഹേലറൊക്കെ വലിച്ചതിന് ശേഷം ആദർശ് ഓക്കെയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമോ എന്ന്. ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, എനിക്ക് ചെറുപ്പം മുതലേ ഇതുപോലെ വരുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഡ്രൈവ് ചെയ്തവർ രണ്ടുപേരും പോവുകയാണ്. പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിനെ വിളിക്കുമ്പോൾ നന്ദു ഫോണൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അനിയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുകയാണ്, ഞാൻ അവളെ ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ലല്ലോ എന്ന്. അവൾ ഇനി ഫോൺ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴേ അപ്പോൾ അവൾക്ക് എന്നെ മനസ്സിലാവത്തുള്ളൂ എന്ന്. കൂടെയുള്ള ഫ്രണ്ട്സ് പറയുകയാണ്, അങ്ങനെയൊന്നും കയറി ചെല്ലാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ കയറി ചെല്ലും, അങ്ങനെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന്. അപ്പോഴേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ എന്ന് ദേഷ്യത്തോടെ അനി നിൽക്കുകയാണ്. നന്ദു ഫോൺ എടുക്കാത്തതിൻ്റെ ദേഷ്യമൊക്കെ അനിയുടെ മനസ്സിലുണ്ട്. അത്രയും ഞാൻ കുത്തിയിരുന്ന് ഫോൺ വിളിക്കാറുണ്ട്, എന്നിട്ട് നന്ദു ഫോൺ എടുക്കാറില്ല എന്ന്. അനാമികയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന്. ചിലപ്പോൾ അമ്മയുടെ അടുത്ത് പേരിന് എൻ്റെ പരാതികൾ പോയി പറയാറുള്ളതൊന്നും അല്ലാതെ ഇപ്പോൾ അവൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന്. എനിക്ക് അവളുടെ വഴിക്ക് മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അനിയുടെ ഫ്രണ്ട്സ് അനിയെ കുറ്റപ്പെടുത്തുകയാണ്. കല്യാണത്തിന് മുമ്പെങ്കിലും ഈ സ്നേഹബന്ധത്തിൻ്റെ കാര്യം നീ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന്. പിന്നീട് ആ ട്രെയിനിങ് ക്യാമ്പാണ് കാണിക്കുന്നത്. നന്ദുവിന് പുതിയ ട്രെയിനർ വന്നിട്ടുണ്ട്. ആ ട്രെയിനർ വേണുവിൻ്റെ ആളാണ്. അപ്പോൾ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനറിൻ്റെ അടുത്ത് വേണു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ ആദ്യം തന്നെ നന്ദുവിനെയാണ് പിടിക്കുന്നത്. ഞാൻ ഓരോരുത്തരെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പഴയ ആൾ നിങ്ങളെ എന്താ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, നിങ്ങൾ എന്താ ഫോളോ ചെയ്തതെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ രീതിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ പേര് നന്ദന എന്നല്ലേ, നന്ദു എന്നല്ലേ വിളിക്കുന്നതെന്ന്. നന്ദു തിരിച്ച് ചോദിക്കുകയാണ്, സാറിന് എങ്ങനെ അറിയാം എൻ്റെ പേര് നന്ദന എന്നാണ്, നന്ദു എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പം നന്ദന എന്ന് പേരുള്ള കുട്ടികളെ നന്ദു എന്നാണ് പേര് വിളിക്കുന്നതെന്ന് എനിക്ക് സാമാന്യം ബുദ്ധിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയെന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നന്ദുവിനെ പേര് വിളിച്ച് നന്ദുവിൻ്റെ അടുത്ത് പുഷപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നന്ദുവിൻ്റെ അടുത്ത് നന്നായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുകയാണ്, മാക്സിമം ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യുകയാണ്, അപ്പോൾ ശരിയാവുന്നില്ല വീണ്ടും ചെയ്യാനൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദുവിന് ഇത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുകയാണ്. നന്ദുവിൻ്റെ കൂട്ടുകാർ തുഷാര മനസ്സിൽ ഓർക്കുകയാണ്. വന്ന ഉടൻ തന്നെ നന്ദുവിനെ പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണോ എന്ന് ഓർക്കുകയാണ്. നന്ദു ആണെങ്കിൽ പുഷപ്പെടുത്ത് ആകെ ക്ഷീണിക്കുകയാണ്. അതിനുശേഷം ആണെങ്കിൽ അദ്ദേഹം ആണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് 2-3 റൗണ്ട് അങ്ങോട്ട് ഓടാൻ വേണ്ടി പറയുകയാണ്. ട്രെയിനറാണെങ്കിൽ വേണുവിനെ വിളിച്ച് ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വേണു ആണെങ്കിൽ നന്ദുവിനെ കുറിച്ച് ഇല്ലാത്ത കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ട്രെയിനറുടെ അടുത്ത്. വേണുവാണെങ്കിൽ ട്രെയിനറുടെ അടുത്ത് പറയുകയാണ്, അവൾ ഒരിക്കലും പോലീസ് യൂണിഫോം ഇടാൻ പാടില്ല, അവൾ പോലീസ് യൂണിഫോം ഇടാതെ തന്നെ ഭയങ്കര അപകടകാരിയാണ്, പോലീസ് യൂണിഫോം കൂടി ഇട്ട് കഴിഞ്ഞാൽ അവളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ട്രെയിനർ പറയുകയാണ്, ഇത്രയും ക്രിമിനൽ മൈൻഡുള്ളവളെ ഈ പോലീസ് യൂണിഫോം ഇട്ട് ഇവിടെ പോലീസാവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയുകയാണ്. എല്ലാം നടന്നു കഴിയുമ്പോൾ സാറ് നല്ലൊരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്യണമെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വേണു സംസാരിക്കുന്ന അനാമിക രേവതി എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമാകണം. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി ഒരിക്കലും അവൾ പോലീസ് യൂണിഫോം ഇടില്ലല്ലോ അച്ഛാന്ന്. മോളെ മധുവിനെ അറിയാമല്ലോ, മോളുടെ കാര്യമല്ല ഞാൻ മധു അങ്കിളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ അവിടെ ആ ട്രെയിനിങ് ക്യാമ്പിലിട്ട് നല്ലോണം കുടയുന്നുണ്ട് മധു അങ്കിൾ എന്നിട്ട് അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, അവളെ ഇട്ട് കുടയുന്നത് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. രേവതി പറയുകയാണ്, അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്, അവിടെ ട്രെയിനിങ് ക്യാമ്പല്ലേ, നമ്മളെ ഒന്നും പോകാൻ അനുവദിക്കില്ലല്ലോ എന്ന്. പുറത്തുനിന്നുള്ളവരെയൊന്നും അകത്ത് കടത്തില്ലല്ലോ, എന്തായാലും പോലീസ് യൂണിഫോം ഇടാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി പോലീസ് യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ വേണി തന്ന മാലയെക്കുറിച്ചെല്ലാം അവൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും. നിൻ്റെ അച്ഛനെ പിടിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ച് 2 കുടയുകയാണെങ്കിൽ നിൻ്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടൊന്ന് പോവുകയാണ്. അതിനുശേഷം അനാമികയ്ക്കാണെങ്കിൽ പോലീസ് ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. അനാമിക പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ട് പോകാനല്ലേ പറ്റാത്തതുള്ളൂ, മധു അങ്കിൾക്ക് അവിടെയുള്ള വീഡിയോകളൊക്കെ നമുക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞുകൂടെയായിരുന്നു അന്ന്. അത് ഞാൻ മധുവിൻ്റെ അടുത്ത് പറയാമെന്ന് പറയാണ്. പിന്നീട് വേണു പറയുന്നുണ്ടായിരുന്നു, പോലീസ് യൂണിഫോം ഇടാൻ ആഗ്രഹിച്ചാൽ നനഞ്ഞ കോഴീനെ പോലെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാമെന്ന് പറയുകയാണ്. അതിനുശേഷം നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ച് മടുത്തിരിക്കുകയാണ്. നന്ദുവിനെയും കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.